ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് എൻട്രൻസ് എക്സാമിനു വേണ്ടി കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ 33 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ എറൗണ്ട് 115 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിലെന്ന് വ്യക്തമാണ്, നമുക്ക് ഓരോ നീറ്റ് പരീക്ഷയ്ക്കും 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ചാപ്റ്ററാണ്. സോ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഇനിഷ്യലായിട്ടുള്ള ബേസിക്സ്, എസ്പെഷ്യലി ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഒക്കെ ബേസ് ചെയ്യുന്ന ഭാഗങ്ങൾ. ടോട്ടൽ ചാപ്റ്ററിനെ 5 പ്രധാനപ്പെട്ട സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 5 വീഡിയോകളായിട്ട് ഇത് നിങ്ങളുടെ മുന്നിലെത്തുന്നു. സോ ആദ്യം we can go with the first one, especially that questions in relation with the electric current, drift velocity, Ohm's law, resistance, etc. So ആദ്യം 2020 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, which of the following graph represent the variation of resistivity rho with the temperature T for copper? So here നമുക്കറിയാം, കോപ്പർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇറ്റ്സ് എ മെറ്റൽ. സോ ദ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റിവിറ്റി ആൻഡ് ഹെൻസ് ദ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം നമുക്കറിയാം, ദ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എം ഡിവിഷൻ ബൈ എൻ ഇ സ്ക്വയർ ടോയാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടോ എന്ന് പറയുന്ന റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ ദ വേരിയേഷൻ വി ക്യാൻ ക്ലിയർലി പിക്ചർ വിത്ത് ദ ബി ആസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 2. എഗെയിൻ 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. The solids which have the negative temperature coefficient of resistance. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വി ക്യാൻ സിംപ്ലി സേ ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. സാധാരണ രൂപത്തിൽ നമുക്ക് 3 ടൈപ്പ് മെറ്റീരിയൽസിനെ നമുക്ക് സെൻസ് ചെയ്യാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള, അതോടൊപ്പം ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള. അപ്പോൾ നമ്മുടെ മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ആൽഫയ്ക്ക് എക്സാമ്പിളാണ്. കാരണം വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസുലേറ്റേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും ഒക്കെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ആൻഡ് ബട്ട് ഫോർ നമ്മുടെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ, വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് മിനിമമാണ് റൈസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വരുമ്പോൾ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സം അലോയ്സ് ലൈക്ക് യുറേക്ക, മഗ്നാനിൻ, കോൺസ്റ്റന്റാൻ എക്സെട്ര. സോ ഹിയർ വി ക്യാൻ ടേക്ക് ദറ്റ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. Now the third question, the color code of resistances is given by yellow, violet, brown, gold. The values of resistance and tolerance respectively are. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കണമേ. എളുപ്പമായിട്ട് ഓർക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക. ബി റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെല്ലോയാണ്. അപ്പോൾ യെല്ലോ വരുമ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് അത് 4 ആയിട്ട് മാറുന്നു. ദെൻ വയലറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് നമുക്ക് വേണ്ടത്. സോ വയലറ്റ് എന്ന് പറയുമ്പോൾ 7 ആയിട്ട് മാറി. സോ 47 ആണ്. ദെൻ ബ്രൗൺ ആണ്. ദ ബ്രൗൺ ഇൻ ദ സെൻസ് 10 to the power of 1. സോ 470 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. വിത്ത് ടോളറൻസ് ഓഫ് ഗോൾഡ് ആണ്. സോ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് +or -5%. ആൻഡ് ഹെൻസ് വി ക്യാൻ സെൻസ് ദ ആൻസർ ആസ് ദ സി ചോയ്സ്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. വീണ്ടും 2020 ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ലുക്ക്, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് 7.5 × 10⁻⁻⁴
in an electric field 3 into 10 to the power of minus 10 volt per meter has a mobility in. So mobility എന്ന് പറയുന്നത് that mu is equal to that drift velocity gained per unit electric field. So that is the aspect. So here നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. So the drift velocity it is given as 7.5 into 10 to the power of minus 4, that division by that electric field as 3 into 10 to the power of minus 10. So on solving, we get the value as is equal to 2.5 into 10 to the power of that is 6. That means we get the answer as the first choice. We can move with again one question from carbon resistors. A carbon resistor of value 47 plus or minus 4.7 kilo ohm is to be marked with the rings of different colors for its identification. The color code sequence will be. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ we can easily write as 47 into 10 to the power of 3 plus or minus 4.7 into 10 to the power of 3. അപ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ പ്ലസ് ഓർ മൈനസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ ഉണ്ടാകുന്ന ടോളറൻസ് ആണ്, പെർസെൻറ്റേജ് ഓഫ് ആക്യുറസിയാണ്. അപ്പോൾ ഈ വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 10%. സോ ഇപ്പോൾ ഈസി ആയിട്ട് മാറി. സോ 4 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീണ്ടും യെല്ലോ എന്നുള്ള ഒരു ആസ്പെക്റ്റാണ്. 7 വരുമ്പോൾ നമുക്കത് വയലറ്റ് ആയിട്ട് മാറുകയാണ്. ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3 വാല്യൂ നമുക്ക് വരുമ്പോൾ അത് ഓറഞ്ച് ആയിട്ട് മാറുകയാണ്. സോ ആൻഡ് ദ 10%, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് സിൽവർ, ആൻഡ് ഹെൻസ് വി ക്യാൻ ഈസിലി സെൻസ് ദ ആൻസർ ആസ് ദാറ്റ് ബി ചോയ്സ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 6. The resistance of a wire that is given as R ohm, if it is melted and stretched to n times its original length, its a new resistance will be. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ നമുക്കറിയാം എൽ ലെങ്ത് ഉള്ള ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ എ എന്നൊരു ആസ്പെക്ട്സ് ആണ്. ഇവിടെ രണ്ടാമത് പറയുന്ന കേസ് എന്ന് പറയുന്നത് ലെങ്ത് മാത്രമേ വ്യത്യാസപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലെങ്ത് മാറുന്നതിനോടൊപ്പം ലെങ്ത് കൂടുകയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഷുഡ് ഡിക്രീസ്. സോ അതിൻ്റെ വ്യത്യാസം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അവിടെ നമ്മൾ സാധാരണ ഒരു ഐഡിയൽ മെറ്റീരിയൽ ആണെങ്കിൽ വോളിയം ഓഫ് ദ മെറ്റീരിയൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ലെങ്ത് കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ടക്ടർ ആ സ്ട്രെച്ചിങ് വരുമ്പോൾ സി ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസസ് ആൻഡ് ഹെൻസ് ഇറ്റ്സ് റേഡിയസ് ഡിക്രീസസ്. ബട്ട് വി ഹാവ് ടു സേ ദറ്റ് വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദാറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ഈ ഒരു ആസ്പെക്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മുടെ മെറ്റീരിയൽ ഒരേപോലെ എന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ സി വി ക്യാൻ റൈറ്റ് ഇറ്റ് ടു ബി ആർ ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ഡാഷ് ഡിവിഷൻ ബൈ എ ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഡാഷ് ബൈ എ ഡാഷിന് പകരമായിട്ട് അത് 1/L ഡാഷ് ആയിട്ട് എടുത്താൽ അത് എൽ ഡാഷ് സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ആർ പ്രൊപ്പോർഷണൽ ടു ദാറ്റ് എൽ സ്ക്വയർ എന്നും നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കേസസ് ആർ ഡാഷ് ഡിവിഷൻ ബൈ ആർ എന്ന് പറയുന്നത് എൽ ഡാഷ് ബൈ എൽ ദാറ്റ് മച്ച് സ്ക്വയർ. അപ്പോൾ അവിടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എൽ ഡാഷ്. അപ്പോൾ എൽ ഡാഷ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ടൈംസ് ഓഫ് എൽ. So that is equal to NL by L that much square, that is equal to n square times. So R dash എന്ന് പറയുന്നത് n square times of the original resistance. So we get the answer as the B choice. So that is a very important concept. We can move with the question number 7. Across a metallic conductor of a non-uniform cross-section of a constant potential difference is applied, the quantity which remains constant along the conductor. അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി എന്നൊരു ആസ്പെക്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ.
നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോയിൽ നടക്കുന്ന സമയത്ത് അവിടെ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ്. അതേപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി ആസ്പെക്ട്സിൽ വരുമ്പോൾ ദ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ ദ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് കറണ്ട് ആൻസറായിട്ട് പറയാം. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം I=NEAVD ആണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ വേരിയേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് ഓർക്കണം കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് ദാറ്റ് ഇലക്ട്രിക് കറണ്ട് ഡിവിഷൻ ബൈ ഏരിയ. സോ J പ്രൊപ്പോർഷണൽ ടു 1/A. വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ദ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ J=σ×V. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു J വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. അപ്പോൾ വേരിയബിൾ അല്ലാത്ത ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് കറണ്ടായിട്ട് നമുക്ക് ഉറപ്പിക്കാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. A wire of resistance 4 ohm is stretched to twice its original length. The resistance of stretched wire would be. നമ്മൾ നേരത്തെ കണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു L² എന്നൊരു ആസ്പെക്ട്സ് ആണ് അല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തു ദാറ്റ് R' എന്ന് പറയുന്നത് N² ടൈംസ് ഓഫ് ദാറ്റ് ഒറിജിനൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് ടോയ്സ് ആണ്. അപ്പോൾ 2² ടൈംസ് ഓഫ് 4 ohm ആണ് അല്ലേ. 4 × 4 ആസ് 16 ohm ആണ് നമ്മുടെ ആൻസറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുക. സോ C ആണ് അതിൻ്റെ ചോയ്സ്. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 9. Two rods are joined end to end. Both have the cross-sectional area that is given as 0.01 centimeter square. So we can say as ഇവിടെ 10 to the power of -4 meter square ആവും. So 10 to the power of -6 എന്നുള്ള കാര്യം മറക്കരുത്. Then each is 1 meter length. One rod is copper with a resistivity. So the resistivity of the copper എന്ന് പറയുന്നത് 1.7 into 10 to the power of -6 ohm centimeter. അതിനെ നമുക്ക് മീറ്ററാക്കി മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് 10 to the power of -8 എന്ന് പറയാം. ആൻഡ് ദാറ്റ് റെസിസ്റ്റിവിറ്റി ഫോർ അയൺ എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് 10 to the power of -5 so centimeter. So we can say 10 to the power of -7 ohm meter. How much voltage is required to produce a current of 1 ampere? So അവിടെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് V is equal to I into R. സോ നമുക്ക് ആദ്യം R ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്റർ വയേഴ്സും കോപ്പറും അയണും സീരീസോടെയാണ് നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കോപ്പർ പ്ലസ് ദാറ്റ് അയൺ എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് റോ ഓഫ് കോപ്പർ ദാറ്റ് L/A plus that rho of iron into L/A. So that is equal to rho of copper plus iron into L/A. Length area same ആണ്. So we can just substitute as 1.7 into 10 to the power of -8 plus 10 to the power of -7 നെ നമുക്ക് സിമ്പിളായിട്ട് 1 into 10 to the power of 10 to the power of -7 okay into length 1 meter ആണ്, ഏരിയ 10 to the power of -6. അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the answer as 1.17 into 10 to the power of -1. റഫ്ലി നമുക്ക് പറയാം ഇറ്റ് ഈസ് 0.117 ohm. അപ്പോൾ ഇത് നമുക്ക് കൃത്യതയോടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ബൈ യൂസിങ് ദിസ് വൺ നമുക്ക് സിമ്പിളായിട്ട് അവിടെ നിന്ന് 1 ആംപിയർ കറണ്ട് ഉണ്ടാകാൻ വേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് സോ കറണ്ട് 1 ഇൻറ്റു ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.117 ohm ആണ്. ദാറ്റ് മീൻസ് 0.117 വോൾട്ട് ആൻസറായിട്ട് മാറി. ദാറ്റ് മീൻസ് എ ആസ് ദി ചോയ്സ്. So we can move with the question number 10 here. A wire of a certain material is stretched slowly by 10%.
ഇറ്റ്സ് എ ന്യൂ റെസിസ്റ്റൻസ്. സോ അവിടെ സ്ട്രെച്ചിങ് വരുമ്പോൾ നമുക്കറിയാം ആർ പ്രൊപ്പോർഷണൽ ടു എന്താണ്, എൽ സ്ക്വയർ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് 10% കൂടിയെന്നാണ്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ എൽ ആണെങ്കിൽ അതിനോടൊപ്പം എന്തുമാത്രം നമുക്ക് മാറ്റം വന്നുവെന്ന് നമുക്ക് പറയാം, എൽ പ്ലസ് 10%. അപ്പോൾ 0.1 എൽ ആയിട്ട് നമുക്ക് മാറിയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ ദാറ്റ് ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി. That is L plus 0.1. So L square into 1.1 square. So 1.1 square is 1.21 L square. So simply we can say 1.21 times of that original resistance. And stretching വരുമ്പോൾ what about the specific resistance become respectively? നമുക്കറിയാം ഇവിടെ മെറ്റീരിയൽ മാറാത്തത് കൊണ്ട് തന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസിന് വ്യത്യാസം വരില്ല. ഇറ്റ് ഈസ് ദ റിമൈൻസ് ദ സെയിം. അങ്ങനെ വരുമ്പോൾ വി ക്യാൻ കോഡ് ദ ആൻസർ ആസ് ബി ചോയ്സ്. ഒരു സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ് 11th ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ സർട്ടൺ വയർ ഓഫ് അയൺ ഈസ് ക്യാപിറ്റൽ ആർ ഇഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് റേഡിയസ് ആർ ബോത്ത് ഡബിൾഡ് ദെൻ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചോയ്സസ് സെൻസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിനും സ്പെസിഫിക് റെസിസ്റ്റൻസിനും എന്ത് വ്യത്യാസം വരുന്നു. അപ്പോൾ ഇവിടെ ഡയമെൻഷനലാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്പെസിഫിക് റെസിസ്റ്റൻസ് മാറില്ല. അപ്പോൾ ആ ചോദ്യം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ എയോ സിയോ നമുക്കൊരു ഓപ്ഷനുണ്ട്. ഇനി വാട്ട് അബൌട്ട് ദ റെസിസ്റ്റൻസ്? നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം? ദറ്റ് ആർ ഡാഷ് ആയിട്ട് എടുത്താൽ മെറ്റീരിയൽ റിമൈൻസ് സെയിം ആണ്, ലെങ്ത്ത് റേഡിയസ് ഡബിളാണ്. അപ്പോൾ ലെങ്ത്ത് ഡബിളാണ്, റേഡിയസ് അപ്പോൾ റേഡിയസ് ആർ സ്ക്വയർ ആണ്. അപ്പോൾ അത് ഡബിൾ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് 4 ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് ഓഫ് റോ ഇൻ ടു എൽ ബൈ എ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R/2 ആയിട്ട് മാറി. സോ ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ട് മാറി. സോ വി ക്യാൻ ടേക്ക് സി എസ് ദി ആൻസർ. Question number 12. A 6-volt battery is connected to the terminals of a 3-meter long wire of uniform thickness and resistance 100 ohm. The difference of potential between the 2 points on the wire separated by a distance of 50 centimeter will be. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, 3 മീറ്റർ ലോങ് വയറിലാണ് 6 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ 6 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് 1 മീറ്റർ വയറിൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് 6/3 വോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 2 വോൾട്ടായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വേണ്ടത് 0.5 മീറ്ററിൽ എത്രയല്ലേ? സോ വീണ്ടും 1/2 ആയിട്ട് എടുക്കുക. സോ വി get the answer as 1 volt. D is the answer. We can move with the next one, number 13. The resistivity of a copper wire. അപ്പോൾ നമുക്കറിയാം സാധാരണ മെറ്റൽസ് വരുമ്പോൾ റോ എന്ന് പറയുന്നത് M/N² ടോയാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മെറ്റൽസിൻ്റെ ടോ ഡിക്രീസ് ചെയ്യുന്നു. സോ റോ ഇൻക്രീസസ് ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം കീപ്പ് ഇൻ മൈൻഡ് മെറ്റൽസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ കോഡ് ദ ആൻസർ as A. Look the question number 14. Silicon and copper are cooled to a temperature of 300 Kelvin, then resistivity. ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ടെമ്പറേച്ചർ കുറയ്ക്കുന്നു എന്നൊരു ലേബലാണ്. ഇനി ആദ്യം നമുക്ക് സിലിക്കൺ എന്ന് പറയുമ്പോൾ -α അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അവിടെ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ കോപ്പറിന് +α അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അവിടെ റെസിസ്റ്റിവിറ്റി കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കുറയും. അപ്പോൾ സിലിക്കൺ ഇൻക്രീസസ് ആണ്, കോപ്പറിന് ഡിക്രീസസ് ആണ്. നമുക്ക് ഫസ്റ്റ് ചോയ്സ് ഓപ്ഷനായിട്ട് എടുക്കാം. നമ്പർ 15. A wire has a resistance of 3.1 ohm at 30 degrees Celsius and a resistance of 4.5 ohm at 100 degrees Celsius. The temperature coefficient of resistance of the wire is. നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. നമ്മുടെ NCERT ബേസ് ചെയ്ത് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു റിലേഷനാണ് RT is equal to R0 into 1 plus alpha into the change in temperature. പക്ഷേ ഇതിന് കോൺട്രവേഴ്സി ആയിട്ട് പല ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ തരത്തിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ആൻസർ നൽകിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ റിലേഷനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. 0 ബേസ് ചെയ്തിട്ട് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ആ ടെമ്പറേച്ചർ നമുക്ക് T1 ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് R2 ഇസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൽഫയ്ക്ക് അപ്പോൾ R1/R2 എന്ന് പറയുന്നത് we get as 1 plus alpha T1 by 1 plus alpha T2. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ആൽഫയ്ക്ക് ഒരു റിലേഷൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് R1 T2 മൈനസ് R2 T1. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇനി ഇതിലെ കോൺട്രവേഴ്സി ആയിട്ട് വരുന്ന മറ്റൊരു ആസ്പെക്ട്സ് കൂടെ പറയാം. ചില ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കുന്നത് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിന് ഉണ്ടാകുന്നത് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ ആൻഡ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് R2 മൈനസ് R1 എന്ന് പറയുന്നത് ആൽഫ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻറ്റു R1 ഇൻറ്റു ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എസ് ഇവിടെ നമ്മൾ പറയുന്ന മാതിരി T2 മൈനസ് T1 ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു R2 മൈനസ് R1 ഡിവിഷൻ ബൈ ദാറ്റ് R1 ഇൻറ്റു T2 മൈനസ് T1. അപ്പോൾ ഇത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. മോർ കറക്റ്റ് എന്ന് പറയുന്നത് ഈ റിലേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെക്കൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4.5 ആണ് മൈനസ് 3.1 ഡിവിഷൻ ബൈ R1 എന്ന് പറയുന്നത് 3.1 ഇൻറ്റു 100 മൈനസ് R2 എന്ന് പറയുന്നത് 4.5 ഇൻറ്റു ദ 30 ആണ് നമുക്ക് ഇനിഷ്യൽ ടെമ്പറേച്ചറായിട്ട് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 division by 310 minus that 135. On solving, we get the value as is equal to 8 into 10 to the power of minus 3. So we get the first choice A as the answer. The resistance of a discharged tube. സാധാരണ ഡിസ്ചാർജ്ഡ് ട്യൂബിലെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നോൺ ലീനിയർ കർവാണ് നമ്മുടെ ഓംസ് ലോയ്ക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ we can say that non-ohmic in structure. So we can move with the question number 70. There are 3 copper wires of length of cross-sectional area LA 12 A by 2 L by 2 2A. In which case is the resistance minimum? So that is a very important concept. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കേസ് നമുക്ക് എങ്ങനെ എഴുതാം? റോ ഇൻറ്റു എൽ ബൈ എ ആയിട്ട് എഴുതാം. കാരണം എൽ ആണ്, അതോടൊപ്പം എ ആണ് ഏരിയ ക്രോസ് സെക്ഷൻ ആയിട്ട് തന്നിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ എഴുതാം? അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 12 ആണ്, ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റോ ഇൻറ്റു എൽ ബൈ എ. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. സോ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കേസ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? സോ തേർഡ് കേസ് എന്ന് പറയുന്നത് R3 ആയിട്ട് നമുക്ക് എടുത്താൽ, സോ റോ ഇൻറ്റു അവിടെ എൽ ബൈ 2 ആണ്, 2A ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദറ്റ് വി ക്യാൻ സേ ആസ് 1/4 ടൈംസ് ഓഫ് റോ ഇൻറ്റു എൽ ബൈ എ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഗോട്ട് ദ റെസിസ്റ്റൻസ് ആസ് മിനിമം. അപ്പോൾ അവിടെ മിനിമം കിട്ടുന്നത് നമുക്കറിയാം തേർഡ് കേസാണ്. അപ്പോൾ അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 2A ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. That means B as the answer. We can go with the question number 18. If the resistance of a conductor is 5 ohm at 50 degrees Celsius and 7 ohm at 100 degrees Celsius, then the mean temperature coefficient of resistance is. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കണം, നമുക്ക് രണ്ട് റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ റിലേഷനാണ്, R2 മൈനസ് R1 ഡിവിഷൻ ബൈ R1 T2 മൈനസ് R2 T1. പക്ഷേ ഈ റിലേഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വി സ്വിച്ച്ഡ് ടു നമ്മുടെ ആ കോൺട്രവേഴ്സിയുള്ള കൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. സോ യു ഷുഡ് യൂസ് ദ കൺസെപ്റ്റ് ആസ് ആൽഫ ഈസ് ഈക്വൽ ടു ദറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവിഷൻ ബൈ ദറ്റ് ഇനിഷ്യൽ വാല്യൂ ഇൻ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 7 മൈനസ് 5 ഡിവിഷൻ ബൈ that 5 into the change in temperature as 100 minus 50 as 50. So that is equal to 2 division by 250, and you get the answer as is equal to 0.008 per degree Celsius, and we get the answer as the D choice. We can move with the question number 19. If a negligibly small current is passed through a wire of length 15 meter and resistance 5 ohm and having uniform cross section 6 into 10 to the power of minus 7, then the coefficient of resistivity of the material is. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം R equal to rho into L by A. So the resistivity, take the value as is equal to R into A division by L. So the resistance that is given as is equal to 5 into the area, that is 6 into 10 to the power of minus 7 by the length as 15, and we get the value as 2 into 10 to the power of minus 7, that much ohm meter. So we get the answer as B choice. So we can move with the question number 20. If a wire of resistance R is melted and recast to half of its length, then the new resistance of the wire will be. സോ അങ്ങനെ ലെങ്ത്തിന് മാത്രമായിട്ട് വ്യത്യാസം വരുമ്പോൾ നമുക്കറിയാം ദ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇവിടെ പറയുന്നത് ദാറ്റ് ഈസ് ലെങ്ത് എന്ന് പറയുന്നത് ഹാഫായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം R ഡാഷ് ബൈ R എന്ന് പറയുന്നത് ദാറ്റ് L ഡാഷ് ബൈ L ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ L ഡാഷ് എന്ന് പറയുന്നതിന് എന്ത് സംഭവിച്ചു? അത് L ബൈ 2 ആയിട്ട് മാറി. സോ L ബൈ 2 L square, so that is equal to 1 by 4 ആയിട്ട് മാറിക്കഴിഞ്ഞു. That means R dash എന്ന് പറയുന്നത് R by 4 ആണ്. That means A as the answer. The velocity of charge carriers of current about 1 ampere in a metal under normal conditions is of the order of. സാധാരണ ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ അവിടെ കിട്ടുന്ന ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ദാറ്റ് വാല്യൂ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓർ കറക്റ്റ് ആൻസർ. സോ വി ക്യാൻ ടേക്ക് എ ആസ് ദി ചോയ്സ്. Question number 22. Look, the masses of the 3 wires of copper are in the ratio 1:3:5, and their lengths are in the ratio 5:3:1. The ratio of their electrical resistance. ഓർക്കണേ, ഇവിടെ നമുക്ക് ലെങ്തിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 കേസസ് എടുക്കുകയാണെങ്കിൽ L1:L2 L3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 5:3:1. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് മാസസിൻ്റെ റേഷ്യോ M1:M2:M3, ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1:3:5 എന്നാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ അവ നമ്മുടെ മാസിൻ്റെയും ലെങ്തിൻ്റെയും ടേമിലേക്ക് നമ്മുടെ റെസിസ്റ്റൻസിനെ കൊണ്ടുവരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു L ബൈ A ആണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി വരുന്നത് ലെങ്ത് ആൻഡ് ഏരിയ. അപ്പോൾ നമ്മുടെ 3 കേസസിൻ്റെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്താൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് L1 ഡിവിഷൻ ബൈ A1:, L2 ഡിവിഷൻ ബൈ A2:, L3 ഡിവിഷൻ ബൈ A3. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇവിടെ ഏരിയ നമുക്ക് തന്നിട്ടില്ല എന്നുള്ള ഒരു ആസ്പെക്ട്സ് നമ്മൾ എടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് എന്നറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയയ്ക്ക് പകരമായിട്ട് വോളിയം ബൈ ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം L1 ബൈ ദറ്റ് A ബിക്കം V ബൈ L1. അപ്പോൾ അത്
V1 by L1 square. That is a very important one. So L2 square by V2, L3 square division by V3. വീണ്ടും വോളിയമായിട്ട് ഇവിടെ കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അവിടെ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. അപ്പോൾ നമുക്ക് മാസുമായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ വോളിയത്തിന് പകരമായിട്ട് നമുക്ക് മാസ് ബൈ ഡെൻസിറ്റി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ L1 സ്ക്വയർ ഡിവിഷൻ ബൈ M1 ബൈ ഡി എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്തു കളയാം. സോ വി ഗെറ്റ് ദ കൺസെപ്റ്റ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ ഇനി നമുക്ക് റേഷ്യോ എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് L1 എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ 25 by M1 that much into L2 that is 3 square 9 by M2 3 is to L3 1 division by 5. അപ്പോൾ നമുക്ക് ഇവനെ ക്യാൻസൽ ചെയ്യാം 3 ആയി. അപ്പോൾ 5 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 125 is to 15 is to 1. So we get the answer as the D choice. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമ്മൾ ആദ്യത്തെ പ്രിലിമിനറി ഫസ്റ്റ് കേസിലുള്ള 22 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള 4 സെക്ഷൻസ് ഫർദർ ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ പ്ലീസ് ഷെയർ ദീസ് വീഡിയോസ് ടു യുവർ ഫ്രണ്ട്സ്. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് ഫോർ ദെയർ കമ്മിങ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. സോ ടേക്ക് കെയർ. God bless you.